ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നേക്കാണ്. ആരെ കൊണ്ടുവരാനാണ്? സാക്ഷിക്കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ സ്കൂളിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നീല യൂണിഫോം ഇട്ടിട്ട് നിങ്ങൾ കണ്ടോ? നീല ബനിയനും ബ്ലൂ പാവാട ഇട്ട ഇതാണ് സാക്ഷിക്കുട്ടി. ഇന്ന് സ്പെഷ്യൽ യൂണിഫോം ബുധനാഴ്ച ആയിരുന്നു ഞങ്ങൾ വിളിക്കാൻ പോയത്. ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വിളിച്ചു, ഉച്ചവരെ ലീവ് എടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു. എവിടേക്കാണ് പോയി നമ്മൾ സാക്ഷി? ഞങ്ങൾ ഗുരുവായൂരേക്ക് പോവാണ്. ഗുരുവായൂർ നമ്മുടെ ചേച്ചിന്റെ അരങ്ങേറ്റം കാണാൻ വേണ്ടി ആദ്യമായിട്ട് കാണാട്ടോ. അപ്പം ഞങ്ങൾ വേഗം ഗുരുവായൂരെത്തി. അത് ചെറിയൊരു വീഡിയോ ഞങ്ങൾ കണ്ടത്. അവിടെ വെച്ച് ഫുഡ് കഴിച്ചു. ഞങ്ങൾ വണ്ടി പാർക്കിൻ്റെ അവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേർ. അപ്പം ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഡാൻസ് തുടങ്ങി. അപ്പോൾ തന്നെ തുടങ്ങിയല്ല, ഞങ്ങൾ കറക്റ്റ് ഒന്നിക്കുന്നതിന് വേഗം എത്തി. ഇതാണ് ഞങ്ങളെ അമ്മുവിൻ്റെ ചേച്ചി. ഞങ്ങൾ അമ്മൂന്ന് വിളിക്കുന്നത് സാക്ഷിനാട്ടോ. സാക്ഷിനെ ഞങ്ങളിവിടെ വീട്ടിൽ അമ്മൂന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ പേര് ഞങ്ങൾ മിന്നു എന്നാണ് വിളിക്കുക. മിന്നുവിൻ്റെ ഡാൻസ് ഗുരുവായൂർ അരങ്ങേറ്റമായിരുന്നു. ഞങ്ങൾ കാണാൻ വന്നേക്കായിരുന്നു. ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഡാൻസിൻ്റെ ഞങ്ങൾ സീറ്റ് കിട്ടിയില്ല. ഞങ്ങൾക്ക് ആദ്യമൊന്നും സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഒരു സൈഡിൽ നിൽക്കുകയായിരുന്നു. അതാണ് ഞങ്ങൾക്ക് നേരിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. എന്നാലും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നന്നായി കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സാക്ഷിയുടെ അരങ്ങേറ്റം ഉണ്ടാവും ഈ ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ സാക്ഷിക്ക് ഇഷ്ടമായില്ല ഡാൻസ്? റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അരങ്ങേറ്റം ആവാറായിട്ടുണ്ട്. അപ്പോൾ മോളും പഠിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം എൻ്റെ അരങ്ങേറ്റം. അടുത്ത കൊല്ലം ഏകദേശം ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് സാക്ഷിയുടെ ഡാൻസും ഡ്രസ്സിങ്ങും അപ്പോൾ ഒക്കെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും അല്ലേ? അപ്പം ഞങ്ങൾ നന്നായി കണ്ടു. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ സീറ്റ് കിട്ടി സെൻറ്ററിലിരുന്നു. നന്നായി കണ്ടു ഡാൻസ്. നന്നായി എല്ലാ പിള്ളേരും നന്നായി കളിച്ചിട്ടുണ്ട്. ഡ്രസ്സിങ്ങും മേക്കപ്പും എല്ലാം നല്ല രസമായിട്ടുണ്ട്. പിള്ളേരെ ഒരുക്കമാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് കളിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു ഞങ്ങൾ. ഇപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോളാണ് മിന്നു. അപ്പോൾ ചേലക്കരയാണ് വീട്. ചേലക്കരയുള്ളവർ നമ്മുടെ വീട്ടുകാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിയും എന്താ പറയുക വല്യമ്മയും അമ്മായിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡാൻസ് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ വീഡിയോ ഇടാൻ ഇത്തിരി നേരം വൈകി ഞങ്ങൾ വീഡിയോ ഇടാൻ. സ്കൂൾ തുറന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പഠിക്കാനൊക്കെ ഇഷ്ടത്തിനുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ശനി ഞായറാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയ ഡാൻസ് വീഡിയോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ഡാൻസ് നന്നായി കണ്ടു, എൻജോയ് ചെയ്തു. വീഡിയോ ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡാൻസിൻ്റെ ഭാഗം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടു. കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ഡാൻസിനോട് ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്കൂൾ വിട്ടിട്ട് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പേരിനൊരു കുറച്ച് കഴിച്ചിട്ടുള്ള. അപ്പോഴത്തേനും ഞങ്ങളൊരു ഹോട്ടൽ ഗുരുവായൂർ കണ്ടു. ഞങ്ങൾ സ്ഥിരം കയറുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതാണ് സാക്ഷിയുടെ ഏട്ടൻ. ഫുഡ് എന്താ പറയുക, മുളക് കൊണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ബിരിയാണിയാണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയുന്നു. ഞാൻ കഴിച്ചില്ല. മോൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആരത്? സാക്ഷിക്കുട്ടി. സാക്ഷിക്കുട്ടി അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം. അപ്പോഴത്തേനും സാക്ഷിയുടെ ബിരിയാണി എത്തി. അപ്പോൾ ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.